السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഹിജ്റിലാണ് നാം ഉള്ളത്. സൂറത്തു ഹിജ്ർ എന്താണ് എന്ന് നാം മൊത്തത്തിൽ മനസ്സിലാക്കി. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പതിയെ ഒന്ന് പ്രവേശിച്ചു നോക്കാം. നോക്കൂ, ഞാൻ ഈ സൂറയെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 4 ഭാഗമാക്കുകയാണ്. ആ 4 ഭാഗം യഥാർത്ഥത്തിൽ ഈ 4 ഭാഗത്തിലും നമ്മൾ ഒന്നാമത്തെ ഈ സൂറയുടെ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ ഈ 4 ഭാഗത്തും യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആർക്ക് സമാധാനം വേണം, ആർക്ക് സുരക്ഷിതത്വം വേണം, അതെല്ലാ സുരക്ഷിതത്വവും, ശാരീരികമായ സുരക്ഷിതത്വം, ഭക്ഷ്യ സുരക്ഷിതത്വം, പരിസര സുരക്ഷിതത്വം, ഇങ്ങനെ എന്ത് വേണമോ ഒറ്റ വഴിയുള്ളൂ, അത് അവർ ഇസ്ലാം സ്വീകരിക്കലാണ്, ഇസ്ലാമാണ്. എന്നിട്ട് അവസാനം പറഞ്ഞല്ലോ, യഥാർത്ഥ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള മാർഗം എന്താണ്? ഇസ്ലാം മാത്രമാണ് എന്നതാണ്. നോക്കൂ, ഞാനിതിനെ 4 ഭാഗമാക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ്. 4 വിഭാഗമാക്കി തീർത്തത് മാറ്റുന്നത് നമുക്കിത് കൂടുതൽ ബോധ്യമാകാൻ വേണ്ടിയാണ്. ഈ 1 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമാണ്. അത് സുരക്ഷ, മോക്ഷം, ശാരീരിക സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, ഇതൊക്കെ യഥാർത്ഥത്തിൽ, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം, അതിനേക്കാളുപരി പരലോകത്ത് ശാശ്വതമായ ആനന്ദം, ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആൻ പറയുന്ന ഈ മാർഗം സ്വീകരിക്കണം എന്നാണ് ഇത് 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വളരെ ഹ്രസ്വമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം. വിശ്വാസികൾക്ക് അള്ളാഹു സുരക്ഷിതത്വം വാഗ്ദത്തം ചെയ്യുന്നു. ഏതുപോലെ? വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിച്ചതുപോലെ. മനസ്സിലായില്ലേ? ഒരു ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെ വിശുദ്ധ ഖുർആൻ എന്ന ഈ നിഅമത്തിന് ഒരു കേടും വരാതെ അത് അങ്ങനെ തന്നെ നിൽക്കും. അതുപോലെയുള്ള സംരക്ഷണം വിശ്വാസികളെ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് ഇതേ 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കൂ, ഇതിൻ്റെ ആദ്യ ഭാഗം തന്നെ നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ ദർഹും യഅ്കുലൂ വയതമത്തഉ വയുൽഹിഹുമുൽ അമൽ ഫസൗഫ യഅലമൂൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ കുഫാറുകൾ, നിഷേധികൾ ആഗ്രഹിച്ചു പോവുകയാണ് മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എന്ന്. പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാകുന്ന സമയമല്ല അത് എന്നതാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ കിതാബും മഅലൂം. ഒരു രാജ്യത്തെയും നാം നശിപ്പിച്ചിട്ടില്ല, നിർണീതമായ ഒരു അവധി അതിന് നൽകപ്പെട്ടിട്ടല്ലാതെ എന്ന്. അള്ളാഹു ആരെയും അങ്ങനെ നശിപ്പിക്കാറില്ല എന്നർത്ഥം. പിന്നീട് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇവിടെ പറയുന്നത് ഈ ഖുർആനിനെ പരിഹസിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അവർ പറഞ്ഞ ഒരു വാക്ക് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ ഇന്നക ലമജ്നൂൻ. നമുക്ക് വല്ലാത്തൊരു ആയത്താണ്, നമുക്ക് കേൾക്കാൻ പേടിയുള്ള ഒരു ആയത്താണ്. അവർ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു. അത് ഖുർആൻ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കളവാക്കലുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. തുടർന്ന് അവർ പറഞ്ഞു, ലൗ മാ തഅതീനാ ബിൽ മലായികതി ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ നീ ഞങ്ങളുടെ അടുക്കൽ മലക്കുകളെ കൊണ്ടുവരാത്തതെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ പരിഹസിച്ചു. തുടർന്നങ്ങനെ ഒരുപാട് സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, മാ നുനസ്സിലുൽ മലായിക ഇല്ലാ ബിൽ ഹഖ് വമാ കാനൂ ഇദൻ മുൻദിരീൻ. എന്നാൽ ന്യായമായ കാരണത്താലല്ലാതെ നാം മലക്കുകൾ ഇറക്കുന്നതല്ല, അന്നേരം അവർക്ക് ഒരിക്കലും ഈ സത്യത്തെ എതിർക്കുന്ന ആളുകൾക്ക് സാവകാശം നൽകപ്പെടുന്നതല്ല എന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് വിശുദ്ധ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. നാം ആണ് ഇതിനെ അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെയും ഈ ദീനിനെയും കാത്തു സൂക്ഷിക്കും, സംരക്ഷിക്കും എന്ന ഒരു വാഗ്ദത്തം
വാഗ്ദത്തമാണ് അത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സമാധാനത്തിന്റെ വാചകങ്ങളാണ്. അത് അതിമനോഹരമാണ്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഇതുപോലെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ആ പ്രവാചകന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം നൽകുകയാണ് എന്നർത്ഥം. എല്ലാ പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള ഈ കളവാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പക്ഷെ ഭയപ്പെടേണ്ടതില്ല. എങ്ങനെയാണോ ഈ ഖുർആനിനെയും ആകാശത്തെയും ഒക്കെ സംരക്ഷിച്ചത്, അതുപോലെ നബിയെ നിങ്ങളെയും സംരക്ഷിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഭാഗം 16 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. 16-ാമത്തെ വചനത്തിൽ പറഞ്ഞു നിർത്തിയത് അതാണല്ലോ. 16-17 വചനങ്ങളിൽ പറഞ്ഞത് ആകാശത്തെക്കുറിച്ചായിരുന്നു. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യനാഹാ ലിന്നാദിരീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് 16 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് സത്യത്തിൽ സർവശക്തനായ അല്ലാഹു മാത്രമാണ് സുരക്ഷയുടെയും ഉപജീവനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടം എന്നാണ്. അതിനുള്ള ഒരുപാട് തെളിവുകളാണ് തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആകാശത്തിന്റെ സംരക്ഷണം. അതിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട തെളിവാണ്, അതാണ് വഹഫിദ്നാഹാ മിൻ കുല്ലി ശൈത്താനിർ റജീം 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. മറ്റൊരു തെളിവായി പറഞ്ഞത് ഭൂമിയെക്കുറിച്ചാണ്. വൽ അർദ മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൈഇൻ മൗസൂൻ. ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അളവ് നിർണ്ണയിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിക്കും, ഭക്ഷ്യ സുരക്ഷിതത്വം പോലും അതിൽ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഈ ഭൂമിയെ ശരിക്ക് ആടിപ്പോകാതെ നിലനിൽക്കാൻ വേണ്ടി അവിടെ പർവ്വതങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വല്ലാത്തൊരു അത്ഭുതമാണ്. ഭൂമിയെ വികസിപ്പിച്ചു, അതിൽ പർവ്വതങ്ങൾ ഉണ്ടാക്കി, ആ പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിയെ പിടിച്ചു നിർത്തി, അതിൽ നിന്ന് വരുന്നതെല്ലാം സന്തുലിതാവസ്ഥയിൽ ഒരു ബാലൻസിങ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി. ഇതൊക്കെ അള്ളാഹു ചെയ്തത് വളരെ കൃത്യമായി ഈ വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം മനുഷ്യന്റെ ജലസുരക്ഷിതത്വം, ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രയാസപ്പെടുന്ന ഒരു സംഗതി അതാണല്ലോ. അതാണ് 22-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അത്ഭുതകരമായ ഒരു വാക്കാണത്. ഈ റിയാഹ് ലവാഖിഹുകളാണ്. റിയാഹുകൾ, റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന, ലവാഖി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയമുണ്ട്. മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുമെന്ന് മാത്രമല്ല, പരാഗണം നടത്താൻ കാറ്റ് വല്ലാതെ സഹായിക്കും. അതൊക്കെ ഈ വചനത്തിന്റെ ഉൾക്കാമ്പായി നാം മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ മേഘമാണ് ഉദ്ദേശം. കാരണം അതിന് ശേഷം പറയുന്നത് ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅസ്ഖൈനാകുമുഹു വമാ അൻതും ലഹു ബിഖാസിനീൻ. എന്നിട്ട് ഈ മേഘങ്ങൾ കാറ്റിലൂടെ മേഘങ്ങൾ പരാഗണം നടത്തി, അതിൻ്റെ ഭാഗമായി മേഘങ്ങൾ ഉണ്ടായി, മേഘത്തിന് ഗർഭമുണ്ടായി, ആ ഗർഭം മഴയായി വർഷിച്ചു. അങ്ങനെ ആ മഴ വെള്ളമായി നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ആ വെള്ളത്തെ സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല, നാം ആണത് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വാഗ്ദത്തം നൽകി. അതാണ് 16 മുതൽ 25 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം അതിമനോഹരമാണ് മൂന്നാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 26 മുതൽ 84 വരെയുള്ള ആയത്തുകളാണ്. 26 മുതൽ 84 വരെയുള്ള ആയത്തുകൾ. ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. ഇതിൽ 5 പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ പരാമർശം കേവലം കഥ എന്ന നിലക്കല്ല പറയുന്നത്, മറിച്ച് അവിടെയൊക്കെ അള്ളാഹു ആ സമൂഹത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് നൽകിയ വലിയ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട് അള്ളാഹു അതവർക്ക് നൽകാനുള്ള കാരണം, അതില്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച മാനദണ്ഡം അള്ളാഹുവിൻ്റെ നീതിയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. അതിലേറ്റവും
പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് 3 വിഭാഗം ആളുകളുടെ കഥ പ്രത്യേകം പറയുന്നുണ്ട്. ആ 3 വിഭാഗം ആളുകൾ ആ സമൂഹത്തിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളായിരുന്നു. ഒന്നാമത്തേത് ലൂത്ത് സമൂഹമാണ്, ലൂത്ത് നബിയുടെ സമൂഹമാണ്. അവര് വൈകാരികമായി ലൈംഗികമായ ഏറ്റവും വലിയ അപജയത്തിലേക്കാണ് അവർ പോയത്. രണ്ടാമത്തേത് അസ്ഹാബുൽ ഐക്കത്തിന്റെ കഥയാണ്. മൂന്നാമത്തേത് അസ്ഹാബുൽ ഹെജറിന്റെ കഥയാണ്. ഇവരൊക്കെ വലിയ ശക്തിയുള്ളവരാണ് എന്ന് അവകാശപ്പെട്ടവരായിരുന്നു. പക്ഷേ അവരെല്ലാവരും നശിച്ചുപോയ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, 75-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീൻ വഇന്നഹാ ലബിസബീലിൻ മുഖീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അവിടെയൊക്കെ കൃത്യമായി അവരുടെയൊക്കെ അടയാളങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ 5 ചരിത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തെ ചരിത്രം സത്യത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ചരിത്രമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. 26-ാമത്തെ വചനം മുതൽ ആരംഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, അതാണ് ഒന്നാമത്തെ ചരിത്രം എന്ന് പറയുന്നത്. അവിടെ സൃഷ്ടിപ്പിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇബ്ലീസിന് മനുഷ്യരോടും ആദം അലൈഹിസ്സലാമിനോടുണ്ടായിരുന്ന ശത്രുതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച രൂപം പറയുന്നതൊക്കെ മനോഹരമാണ്. അത് നമ്മൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് വളരെ കൃത്യമായി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച രൂപം അവിടെ പറയുന്നുണ്ട്. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്ന്, പാകപ്പെടുത്തി കറുത്ത ചളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം പറയുന്നത് ജിന്നുകളെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം, അതിനു മുമ്പ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിജ്വാലയിൽ നിന്നാണ് എന്ന് പറയുന്നു. എന്നിട്ട് വളരെ കൃത്യമായി ആ സംഭവം പറയുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ആ സംഭവം പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസിന് ആദം അലൈഹിസ്സലാമിനോട് ശത്രുത വരുന്നത്. അള്ളാഹു ഇബ്ലീസിനോട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. എല്ലാവരും സുജൂദ് ചെയ്തു. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഈൻ ഇല്ലാ ഇബ്ലീസ അബാ അൻ യകൂന മഅസ് സാജിദീൻ. എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും. അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കാരിയായി. അവൻ പറഞ്ഞു, എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. അള്ളാഹു അവനോട് ചോദിക്കും, അവൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ലം അകുൻ ലി അസ്ജുദ ലി ബശരിൻ ഖലഖ്തഹു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. കറുത്ത ചളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു ഒരു നടപടി എടുക്കുന്നത്. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, അതിനുശേഷം വളരെ കൃത്യമായി ഇബ്ലീസുമായി സംസാരിക്കുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്. ഇബ്ലീസ് അള്ളാഹുവിനോട് വല്ലാത്ത ഒരു കുതർക്കം നടത്തുന്നുണ്ട്. നീ എന്നെ റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ, റബ്ബേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് ഞാൻ അവർക്ക് എൻ്റെ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കും, അവരെയൊക്കെ ഞാൻ വഴികേടിലാക്കും. അവിടെയും പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള അടിമകളല്ലാത്തവരെയൊക്കെ ഞാൻ വഴികേടിലാക്കും എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, എൻ്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വാചകം അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് ഈ സൂറയിലെ ഏറ്റവും മനോഹരമായ വചനം എന്നെനിക്ക് തോന്നിയത്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എൻ്റെ അടിമകളോട് പറയണം ഞാൻ ഗഫൂറും റഹീമുമാണ് എന്ന്. പക്ഷേ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അവരോട് പറയേണ്ട കൂട്ടത്തിൽ ഞാൻ പൊറുക്കുന്നവനാണ്, ഞാൻ കരുണയുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് കൂടി പറയണം, അത് എൻ്റെ ശിക്ഷ വേദനാജനകമായ ശിക്ഷയാണ്
എന്ന് പറയുന്നുണ്ട്. ഈ 2 വചനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സൂറയിലെ ഏറ്റവും മനോഹരമായ വചനമായി എനിക്ക് അനുഭവപ്പെട്ടത്. തുടർന്ന് അല്ലാഹു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥയാണ്. വനബ്ബിഉഹും അൻ ദൈഫി ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വളരെ ദീർഘമായ അല്ലെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ആ കഥ പറയുന്നുണ്ട്. മലക്കുകൾ വന്നതും എന്നിട്ട് മലക്കുകൾ കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചതും തുടർന്നുള്ള ആ സംഗതികൾ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഈ ലൂത്ത് നബിയുടെ കഥ പറയുന്നുണ്ട്. قالوا قال فما خطبكم ايها المرسلون قالوا انا ارسلنا الى قوم مجرمين الا آل لوط انا لمنجوهم اجمعين എന്ന് പറഞ്ഞുകൊണ്ട് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ സംഗതികളൊക്കെ നമുക്കറിയുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്. നിങ്ങളതൊക്കെ ചരിത്രത്തിൽ മനസ്സിലാക്കണം. അതുപോലെ തുടർന്ന് പറയുന്നത് ഐക്യത്തിന്റെ കഥയാണ്. അത് ഐക്യത്തിനെ കുറിച്ച് പറയുന്നത് നോക്കൂ. അതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, ഈ ലൂത്ത് നബിയുടെ കഥ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് 76-ാമത്തെ വചനം, 75, 76 വചനങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ ലൂത്ത് അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞ ഒരു വാക്കാണ് എന്ത്, അത് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 75-ാമത്തെ ആയത്ത്, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ. ലൂത്ത് നബിയുടെ സമൂഹത്തെ ശിക്ഷിച്ച കഥ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ചയായും ആ രാജ്യം ഇന്നും നിലനിന്ന് വരുന്ന ഒരു പാതയിലാണ്, നിങ്ങൾ നടന്നു വരുന്ന യാത്ര ചെയ്യുന്ന പാതയിലാണുള്ളത്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. നിശ്ചയമായും അതിൽ വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. പിന്നീട് പറയുന്നത് ഐക്യത്തിന്റെ കഥയാണ്. ഐക്യത്ത് അസ്ഹാബുൽ ഐക്കയെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. വഇൻ കാന അസ്ഹാബുൽ ഐക്കതി ലളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് 78-ാമത്തെ വചനത്തിൽ ആ സംഭവം പറയുന്നുണ്ട്. ഐക്യത്ത് നമുക്കറിയാം, അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ ഐക്കത്ത് എന്ന സമൂഹം അവർ തിങ്ങി താമസിച്ചിരുന്നത്. സൗദി അറേബ്യയിൽ അവർക്ക് ഒരുപാട് സ്മാരകങ്ങളുണ്ട്. അവര് ഈ ഐക്കത്ത് എന്ന് പറയുന്നത് അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പേരിട്ടാൻ കാരണം അവര് ഐക്കത്ത് എന്ന ഒരു വൃക്ഷത്തെ ആരാധിച്ചിരുന്നു എന്നതാണ്. ഈ ഐക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, കണ്ടൽ മരം പോലെയുള്ള മാംഗ്രോവ്, അത് ഇങ്ങനെ പരസ്പരം ചേർന്ന് ഒരു മരമായ ഒരു കുറ്റിച്ചെടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മരമാണ്. അതാ ഐക്കത്ത്. അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പേര് കിട്ടാൻ കാരണം അതാണ്. ഈ കണ്ടൽ മരത്തെ, നമ്മൾ കണ്ടൽ മരം എന്ന് അത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയ ഒരു പേരാണ് കേട്ടോ. അതിന്റെ ആ രൂപം കണ്ടപ്പം അതിനെ അവർ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ പേര് കാണിച്ചത്. മാത്രമല്ല അവർ തൂക്കത്തിലും അളത്തത്തിലും കൃത്രിമം കാണിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. അവരിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകനായിരുന്നു ഷുഐബ് അലൈഹിസ്സലാം. അതാണ് അവരെ കുറിച്ചുള്ള, അവരെ അള്ളാഹു പിന്നീട് അവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഷുഐബ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ ഷുഐബ് അലൈഹിസ്സലാം കടന്നു വരാറുണ്ട്. ഷുഐബ് അലൈഹിസ്സലാം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ദീനെത്തിക്കാൻ വേണ്ടി വന്ന വഇലാ മദിയന അഖാഹും ഷുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ ഭാഗം പറയുന്നുണ്ട്. മദിയനിലേക്ക് വന്ന പ്രവാചകനായിരുന്നു. അവർ തന്നെയാണ് അസ്ഹാബുൽ ഐക്കത്ത്. ആ അസ്ഹാബുൽ ഐക്കത്ത് പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധമായില്ല എന്ന് മാത്രമല്ല, അവരദ്ദേഹത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും മറ്റു പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിനും സംഭവിച്ചു. പക്ഷേ അവരെയും അള്ളാഹു ശിക്ഷിക്കുകയുണ്ടായി. അതിശക്തമായ ഷുഐബ് അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു അവർക്ക് ഒരു കഠിനമായ ചൂട് ബാധിച്ചു. വെള്ളത്തിനോ തണലിനോ ഭക്ഷണത്തിനോ അവരുടെ ദാഹം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ശക്തമായ ഒരു ചൂട്. അവർ വീട് വിട്ട് പുറത്തേക്കിറങ്ങി. അപ്പോ ആകാശത്ത് വലിയ മേഘം കണ്ടു. അപ്പൊ അവര് വിചാരിച്ചു ഈ മേഘം ഞങ്ങളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുമെന്ന്. അവരതിന്റെ അടിയിൽ ഒത്തുകൂടിയപ്പോ, ആ മേഘത്തിനടിയിൽ ഒത്തുകൂടിയപ്പോ അവർക്കിടയിൽ ആ മേഘത്തിൽ നിന്ന് തീപ്പൊരികൾ ഇറങ്ങി, വലിയ നിലവിളി ഉണ്ടായി. അങ്ങനെ ആ രീതിയിലാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത്. അതാണ് അസ്ഹാബുൽ ഐക്കത്തിന്റെ കഥ. 5-ാമതായി ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അസ്ഹാബുൽ ഹിജ്റിനെ കുറിച്ചാണ്. അസ്ഹാബുൽ ഹിജ്ർ നാം ഇതിന്റെ മുഖവുരയിൽ പറഞ്ഞല്ലോ. എന്താണ് ഹിജ്ർ, അസ്ഹാബുൽ ഹിജ്ർ എന്നൊക്കെ. സാലിഹ് അലൈഹി
അലൈഹിസ്സലാമാണ് ആ സമൂഹത്തിലേക്ക് വന്നിരുന്ന പ്രവാചകൻ. സാലിഹ് അലൈഹിസ്സലാമിനെയും അവര് കളവാക്കുകയാണ് ഉണ്ടായത്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ. ഇവരൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഇവരെ സംരക്ഷിക്കുമെന്നായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംരക്ഷണവും അവർക്കൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതൊരിക്കലും നടക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ഭാഗം 4-ാമത്തെ ഭാഗം 85 മുതൽ 99 വരെയുള്ള വചനങ്ങളാണ്. അതാണ് ഇതിലെ അവസാന ഭാഗം എന്ന് പറയുന്നത്. ഈ സൂറ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടി ഗൗരവമായി എടുത്തു പറയുന്നുണ്ട്. നോക്കൂ, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഇന്നസ് സഅത ലആതിയതുൻ ഫസ്ഫഹിസ് സഫ്ഹൽ ജമീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനിടയിലുള്ളതും യുക്തിപൂർവകമായല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. അതിനാൽ നീ ഭംഗിയായ മാപ്പ് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അവിടെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വത്തെയും കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു നബിയോട് പറയുന്നുണ്ട്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. നബിയെ, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും അഥവാ ഫാത്തിഹയും മഹത്തായ ഖുർആനും തീർച്ചയായും നിനക്ക് നാം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനോഹരമായ ഒരു ഉപദേശം നടത്തുന്നുണ്ട്. ആ ഉപദേശം നമുക്കൊക്കെ ബാധകമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 88-ാമത്തെ വചനം അതാണ്. ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും വലാ തഹ്സൻ അലൈഹിം വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. അവിശ്വാസികളിൽപ്പെട്ട പല വിഭാഗക്കാർക്കും നാം സുഖഭോഗങ്ങൾ നൽകിയിട്ടതിൻ്റെ നേർക്ക് നീ നിന്റെ ദൃഷ്ടികൾ നീട്ടിപ്പോകരുത് എന്ന് എല്ലാ മുസ്ലിമും എല്ലാ പ്രബോധകരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. മറ്റുള്ളവർക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കേണ്ടവരല്ല നാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താ? ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിദ് അനിൽ മുശ്രിക്കീൻ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. എല്ലാ മുസ്ലിം ഉമ്മത്തിലെ ഓരോരുത്തരും ശ്രദ്ധിക്കണം, നമ്മുടെ ബാധ്യത എന്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നോക്കൂ, 5 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം, അവരുടെ പതനത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ച ശേഷം, ഇസ്ലാം മാത്രമാണ് യഥാർത്ഥ സുരക്ഷിതത്വത്തിന്റെ മാർഗം എന്ന് പറഞ്ഞ ശേഷം പറയുന്നു, ഫസ്ദഅ ബിമാ തുഅ്മർ. അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നത് എന്താണോ അത് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക. വഅരിദ് അനിൽ മുശ്രിക്കീൻ. ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിയെ, അവര് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് വല്ലാത്ത മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നറിയാം. എന്താണ് വഴി? അതാ വഴിയെ പറഞ്ഞു കൊടുത്ത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത്. എന്താണ് മനപ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുക, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. നോക്കൂ, തസ്ബീഹും തഹ്മീദും സുജൂദുമാണ് മാനസിക പ്രയാസങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം അവസാനത്തെ വചനം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നബിയെ, ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, മരണം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്
കൊണ്ടാണ് ഈ വചനം ഈ അധ്യായം അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, അതിമനോഹരമാണ് ഈ അധ്യായം. ഞാനിതിലൂടെ ഒന്നോട്ടപ്രദക്ഷിണം നടത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ ഖുർആൻ മറച്ചു വെച്ച് ഞാൻ ഈ 4 ഭാഗങ്ങളാക്കിയത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയാണ്, വിശുദ്ധ ഖുർആനിനെ നാം നെഞ്ചിലേറ്റിയാൽ ആ ഖുർആൻ നമ്മളെ വല്ലാതെ വാരിപ്പുണരും എന്ന കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹു ആ അഹ്ലുൽ ഖുർആനിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.